കോൺഗ്രസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 130-ലേറെ വർഷമായി എങ്കിലും ആ പ്രസ്ഥാനം പ്രദാനം ചെയ്യുന്ന ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയിലെ ജനകോടികളുടെ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഇടയിൽ 130-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ആ കാഴ്ചപ്പാടുകളും ആ ലക്ഷ്യങ്ങളും ആ അധിഷ്ഠിത പ്രവർത്തനങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി സ്വാതന്ത്ര്യാനന്തര ഭരണം ഇപ്പോൾ 70 വർഷം പിന്നിട്ടപ്പോൾ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സ്റ്റേറ്റുകളിലും കോൺഗ്രസിൻ്റെ ഭരണം നഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിയമസഭകളിൽ പ്രാതിനിധ്യമില്ലാത്ത അവസ്ഥയിലേക്ക് അത് ശോഷിച്ചു പോയിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് ആലോചിക്കുമ്പോൾ കാരണങ്ങൾ കണ്ടെത്താൻ വളരെ അകലെ പോകേണ്ട ആവശ്യമില്ല, വളരെ അകലെ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യവുമില്ല. കാരണം കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച പ്രതിജ്ഞാബദ്ധമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള തലമുറ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവരുടെ പിൻഗാമികളായി ഉണ്ടായിരുന്ന ആളുകൾ ഈ പ്രസ്ഥാനവുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം എടുത്തിരുന്ന ആളുകളാണെങ്കിലും പല കാരണങ്ങളാലും അവരെ പിറകോട്ട് മാറ്റി നിർത്തി ഇന്ന് സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ചേരിപ്പോരിൽ നിന്നകന്ന് ഏറ്റുമുട്ടലിൽ നിന്നും അകന്ന് സ്വസ്ഥമായി ഇരിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയുക. ഉദാഹരണത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാത്രം പറഞ്ഞാൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാർ നിരവധിയുണ്ട്, നമുക്കറിയാം. നമ്മുടെ അടുത്തുള്ള പാലായിലാണ് സ്വാതന്ത്ര്യ സമര ഭടൻ ആയിരുന്ന R.V. തോമസ്. കോട്ടയം സൈഡിലേക്ക് അപ്പുറത്തേക്ക് പോയാൽ നിരവധിയായ ആളുകൾ, C.K. കേശവനും T.M. വർഗീസും അതുപോലെയുള്ള രാഷ്ട്രീയ നിലയിലുണ്ടായിരുന്ന നേതാക്കന്മാർ, ചെറിയാങ്കാപ്പൻ ഉൾപ്പെടെ, K.M. ചാണ്ടി സാർ ഉൾപ്പെടെ, മലബാർ പ്രദേശത്തിലേക്ക് പോയാൽ A.V. കുട്ടിമാളു അമ്മ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ അടുത്ത തലമുറയിൽപ്പെട്ടവരാരും, അവരുടെ സ്വന്തക്കാർ തന്നെ ആരും ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല കാര്യമായ നിലയിൽ എന്നുള്ളതാണ് സത്യം. എന്താണ് കാരണമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് പാലായിലെ കാര്യം തന്നെ എടുത്താൽ R.V. സാറിൻ്റെ മക്കൾ 6-7 ആൺപിള്ളേർ കാര്യശേഷിയുള്ള രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകൾ, വിദ്യാഭ്യാസമുള്ളവർ, ഉന്നത ബിരുദം നേടിയിട്ടുള്ള ആളുകൾ, ഡോക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഡിഗ്രികൾ സമ്പാദിച്ചിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അവരൊന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിലില്ല. അവർ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുമാറി നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. R. ശങ്കറിൻ്റെ ആണെങ്കിലും T.V. തോമസ്, C. കേശവൻ്റെ ആണെങ്കിലും T.M. വർഗീസിൻ്റെ ആണെങ്കിലും മലബാറിലേക്ക് കുട്ടിമാളു അമ്മയുടെ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും
പഴയ അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും എവിടെ നോക്കിയാലും പഴയ തലമുറയിൽപ്പെട്ട പാരമ്പര്യമുള്ള സംസ്കാരമുള്ള പാർട്ടിക്ക് വേണ്ടി പ്രതിജ്ഞാബദ്ധമായുള്ള പ്രവർത്തനങ്ങൾ നടത്തി ക്ലേശങ്ങൾ സഹിച്ച ആ തലമുറയുടെ പിൻഗാമികൾ ആരെയും ഈ പ്രസ്ഥാനത്തിൽ ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് നിലവിലുള്ള നേതൃത്വത്തിൽ താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ അവർ പലരും രാഷ്ട്രീയ രംഗത്തുണ്ടെങ്കിലും അവർ കോൺഗ്രസ് പ്രസ്ഥാനവുമായി അകത്ത് നിൽക്കുകയാണ്. അവരെ അകത്ത് നിർത്തിയിരിക്കുകയാണ്. ഇന്ന് പലതിലൂടെയും വളർത്തിക്കൊണ്ടുവന്ന ചില ആളുകൾ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളെ അവരുടെ കൂടെ കൂട്ടുനിർത്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് യാതൊരു നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഇന്ന് കോൺഗ്രസ് വളരെയേറെ ദയനീയമായി വളരെയേറെ സ്ഥലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് നമ്മൾ കണ്ടു. ഇനിയും കൂടുതൽ പരാജയത്തിലേക്ക് നീങ്ങാൻ പോകുന്ന അവസ്ഥയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെങ്ങന്നൂർ ഇലക്ഷൻ ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയേറെ അനുകൂലമായ സാഹചര്യം UDF അനുകൂലമായി ഉണ്ട് എങ്കിലും ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് മുന്നണിയുടെ പ്രവർത്തനം ജനക്ഷേമകരമായ നിലയിലല്ല പോകുന്നത് എന്നുള്ളത് കൊണ്ടും ജനദ്രോഹകരമായിട്ടാണ് നീങ്ങുന്നത് എന്ന ബോധ്യം ആളുകളിൽ എല്ലാ നിലയിലും ഉണ്ടായതിൻ്റെ ഫലമായി ഇന്ന് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനും വേണ്ടിയുള്ള യാതൊരു പ്രവർത്തനവും നടത്തുന്നില്ല. ഡീമോണിറ്റൈസേഷൻ്റെ ഫലമായി നമ്മുടെ പുതിയ നികുതി പിരിവ് നടപ്പിലാക്കിയതിൻ്റെയൊക്കെ ഫലമായി ജനങ്ങൾ വളരെയേറെ കഷ്ടപ്പെടുകയാണ്. ഇന്ന് നിരവധി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള പാവപ്പെട്ടവരായ ആളുകൾ തിരിച്ചടയ്ക്കാൻ കഴിയാതെ മുഴുവൻ ആളുകളും അവരുടെ വീടും പറമ്പും ഒക്കെ ജപ്തി ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി ഡീമോണിറ്റൈസേഷൻ്റെ പേരും വാല്യൂ ആഡഡ് ടാക്സ് നടപ്പിലാക്കിയതിൻ്റെ പേരിലുമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ്. അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് കർഷകർക്ക് ആവശ്യമായ സംരക്ഷണം നൽകേണ്ട സംസ്ഥാന ഗവൺമെൻറ് അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ആശ്വാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ല. ഇപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ള ആളുകളുടെ പേരിൽ ജപ്തി നടപടികൾ വരുത്തും ബാങ്കുകൾ ഓടിച്ചിട്ട് ആളുകളെ സമ്മർദ്ദം ചെലുത്തി പണം വാങ്ങിക്കാനുള്ള നിർബന്ധമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ഫലമായി നാട്ടിൽ നിൽക്കാൻ മേലാത്ത പല ആളുകളും പോയി ആത്മഹത്യ ചെയ്യുന്നു. നിരവധിയായ ആളുകൾ അവരുടെ വീടും പറമ്പും ജപ്തി ചെയ്തവർ വഴിയിലായിരിക്കുന്നു. അതിനൊരു താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ ഒരു 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ ഈ വായ്പ വന്നിട്ടുള്ളവർക്ക് അത് കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള സാവകാശം സംസ്ഥാന ഗവൺമെൻറ് ഫലമായി നിർബന്ധത്തിൻ്റെ സംസ്ഥാന ഗവൺമെൻറ് അതിനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട ബാങ്കുകൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഈ പണമടയ്ക്കാനുള്ളതിന് സാവകാശം കിട്ടുകയും പതിയെ അവർക്ക് അടച്ചു തീർക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. ഇന്ന് നിശ്ചിത ഫിക്സഡ് സാലറി ഉള്ള വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ മുഴുവൻ പേരും ഇന്ന് കഷ്ടപ്പെടുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, നിത്യോപയോഗ വിലവർദ്ധനവ്, ഇതെല്ലാം കൊണ്ട് ജനങ്ങൾ വളരെയേറെ വിഷമിക്കുന്നു. ഒരു കാരണവുമില്ലാതെ ഇവിടുത്തെ കുത്തകളെ സഹായിക്കാൻ വേണ്ടി ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില ദിവസം പ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ലോകത്തൊരു രാജ്യത്തുമില്ലാത്ത വില ഇന്ന് ഇന്ത്യയിലെ പാവപ്പെട്ട വാഹന ഉടമകളും ഉപഭോക്താക്കളും 2 വീലേഴ്സും 4 വീലേഴ്സിൻ്റെയും ഒക്കെ ഉടമകൾ ഇത് കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ആർക്ക് വേണ്ടി? ഇന്ന് $65-70 വരെയുള്ള ക്രൂഡ് ഓയിൽ ഇന്നിപ്പോൾ 80 രൂപയുടെ അടുത്തായിരിക്കുന്നു പെട്രോളിന്. അങ്ങനെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഈ നിലയിലുള്ള വില വർധനവ് ഒരു ന്യായീകരണമില്ല. മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്ത് $100, $120, $130 വരെ ക്രൂഡ് ഓയിലിന് വിലയുണ്ടായിരുന്നപ്പോൾ അന്ന് 45 രൂപയിൽ കൂടുതൽ ഡീസലിന് വില കൂടിയിരുന്നില്ല. വരുത്താൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ടും അത് വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സമീപ ദിവസങ്ങളിൽ നടന്ന 3 സ്റ്റേറ്റുകളിലെ തെരഞ്ഞെടുപ്പും 2 മാസങ്ങൾക്ക് മുമ്പ് നടന്ന 3-4 സ്റ്റേറ്റുകളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും വിളിച്ചറിയിക്കുന്നത്.
കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്ക് തിരിച്ചു വരാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് ബഹുജന അടിത്തറ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ജനവിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കേരളത്തിലൊഴിച്ച് മറ്റൊരു സ്റ്റേറ്റിലും ഇല്ലാതായിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇടതുപക്ഷത്തിന് കൂട്ടുണ്ടായാൽ കാര്യമായ സഹായം ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നൊരു സ്റ്റേറ്റ് കേരളമാണ്. ആ സ്റ്റേറ്റിൽ ഇടതുപക്ഷം കോൺഗ്രസുമായി യോജിച്ച് തെരഞ്ഞെടുപ്പിലെ മത്സരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകാനും സാധ്യതയല്ല. അതുകൊണ്ട് LDFുമായി ഒരു ഐക്യം, ദേശീയ നിലയിൽ ഒരൈക്യം ഉണ്ടാക്കാൻ കഴിയുന്നൊരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളത് കൊണ്ട്, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് കേരളമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ സഹായം കിട്ടാനും ഉള്ള സാധ്യത കുറവ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ BJPയെ താഴെ ഇറക്കാനുള്ള ശ്രമം വിജയിക്കണമെങ്കിൽ വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. ജനാധിപത്യത്തിനുള്ള നേതൃസ്ഥാനം ഇന്ത്യയിലുള്ള മറ്റിതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയെല്ലാം ഒരുമിച്ച് നിർത്തി ആ മുന്നണിയുടെ കൂട്ടായ ഒരു തീരുമാനത്തിൻ്റെ ഫലമായി നേതൃനിരയിലുള്ള ഒരാളെ കൊണ്ടുവന്നാലല്ലാതെ കോൺഗ്രസിന് ആ സ്ഥാനം കൊടുത്താൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ എനിക്കില്ല. കാരണം ആ നിലയിൽ ശക്തമായി പാർട്ടിയെ നയിക്കാൻ കൊള്ളാവുന്ന ഒരു നേതാവ് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇല്ല, ഓൾ ഇന്ത്യ ലെവലിൽ ആക്സെപ്റ്റബിളായിട്ടുള്ള. ഇപ്പം രാഹുൽ ഗാന്ധി ഉണ്ട് എന്ന് പറയുന്നു. കാടാറ് മാസം നാടാറ് മാസം എന്ന നിലയിൽ കുറേ കാലം ഇന്ത്യയിലും ബാക്കിയുള്ള സമയം മുഴുവൻ വിദേശത്ത് കഴിയുന്ന ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് എങ്ങനെ ഈ പ്രസ്ഥാനത്തെ നയിച്ച്, എങ്ങനെ ഈ പ്രസ്ഥാനത്തെ ഭരണം പിടിച്ചടക്കപ്പെട്ട നിലയിലുള്ള ഒരു ശക്തിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർത്തിക്കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. വിജയസാധ്യത കുറവാണെന്നുള്ള എൻ്റെ അഭിപ്രായം. ബാക്കി കോൺഗ്രസിലുള്ള നേതാക്കന്മാർ ദേശീയ ലെവലിൽ വേറെ ഏതാ നേതാവുള്ളേ? വേറെ ആരെങ്കിലും നേതാവാകാൻ ഇവർ പണ്ട് മുതൽ സമ്മതിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഫലമായി ഉള്ള കുറേ മന്ദബുദ്ധികളായ നേതാക്കന്മാരെ വെച്ച് ഈ പ്രസ്ഥാനത്തെ നയിച്ചാൽ ഇത് BJPയെ താഴെ ഇറക്കി അധികാരം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കും എന്ന് എന്നുള്ള കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ പൊതുപ്രവർത്തകനാണ് ഞാൻ എങ്കിലും ആ ആഗ്രഹം പൂവണിയാനുള്ള സാഹചര്യങ്ങൾ, വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടിയ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഏറ്റവും വലിയ കക്ഷി പറയപ്പെടുന്ന എല്ലാ രാജ്യത്തെ എല്ലാ സ്റ്റേറ്റുകളിലും ചെറിയ നിലയിലുള്ള പ്രാതിനിധ്യമുള്ള ബഹുജനങ്ങളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസ് എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം ആത്മാർത്ഥമായി നടത്തുന്നില്ലെങ്കിൽ മോദിയെ താഴെ ഇറക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസം എനിക്കില്ല. അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകത്തക്ക നിലയിലുള്ള രാഷ്ട്രീയ നേതൃത്വം ഇതിനുണ്ടായാലേ വിജയിക്കൂ എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ചെങ്ങന്നൂർ BJPയും കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയും LDFും UDFും BJPയും എന്ന് പറഞ്ഞാൽ NDA ഏതാണ്ട് തുല്യ ചാൻസ് ഉള്ള ഒരു നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ മോദിയുടെ ഇമേജ് വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ചെങ്ങന്നൂരിൽ നിന്ന് മത്സരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥി ശ്രീമാൻ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള പക്വതയും പാകതയുമുള്ള മാന്യനായ ഒരു പൊതുപ്രവർത്തകനും നല്ലൊരു അഭിഭാഷകനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം ശ്രീധരൻപിള്ളയ്ക്ക് അനുകൂലമായി വന്നുകൂടാ എന്ന് പറയാൻ കഴിയില്ല.